കുതോ ദ്വൈതൈക്യ വിഭ്രമ, ദ്വൈതം ഏകത്വം, ഈ വിഭ്രമം എന്തിന് എന്നാണ് വസിഷ്ഠ മഹർഷി ചോദിക്കുന്നത്. ഒന്ന്, രണ്ട്. രണ്ട് എന്ന് പറഞ്ഞാൽ പലത് എന്നാണ് അർത്ഥം. ഒന്നല്ലാത്തതെല്ലാം രണ്ടാണ്. ആ രണ്ട് എന്നുള്ളതിൽ മൂന്നും നാലും പത്തും നൂറും ലക്ഷവും കോടിയും എല്ലാം അടങ്ങും. ദ്വൈതമാണോ സത്യം, അദ്വൈതമാണോ സത്യം? എന്തിന് നിങ്ങളിങ്ങനെ ചിന്തിച്ച് ബേജാറാവുന്നു? ദ്വൈത പ്രപഞ്ചമായി കാണപ്പെടുന്നത് അദ്വൈത സത്യം തന്നെയാണ്. അദ്വൈതം ബ്രഹ്മം മാത്രമാണ്. ബ്രഹ്മം തന്നെയാണ് ദൃശ്യപ്രപഞ്ചമായി കാണപ്പെടുന്നത്, ജീവനായിട്ടും ജഗത്തായിട്ടും. ഇനിയിപ്പോൾ ചർച്ചയുടെ ആവശ്യമെന്ത്? എന്താണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ളത്? ഉള്ളത് ആത്മാവ് മാത്രം. ഇനി എന്തിനാണ് ഇവിടെ വലിയ സെമിനാറും ശില്പശാലയും ഒക്കെ? എന്തിനാണ് ഇവിടെ കുറേ ആൾക്കാരെ വിളിച്ചു കൂട്ടി സത്യം എന്താണെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അനേകം മഹാത്മാക്കൾ, എത്രയോ തത്വദർശികൾ കാലാകാലങ്ങളായി തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട സത്യമാണ് ഈ ആത്മതത്വം. ഇനിയിപ്പോൾ അതിനെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് മഹാത്മാക്കളുടെ വാക്ക് വിശ്വസിക്കുക, ഇത് തന്നെയാണ് സത്യം എന്ന് ഉറപ്പിക്കുക. അല്ലാതെ എത്ര ശ്രമിച്ചിട്ടും അത് പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഈ ഉറപ്പ് ഈശ്വര കൃപയുണ്ടെങ്കിലേ ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ. മഹാത്മാക്കളുടെ വാക്കുകളിൽ വിശ്വാസം ജനിക്കുന്നത് തികഞ്ഞ ഈശ്വര കടാക്ഷമാണ്. ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവൻ ഇതുപോലെയുള്ള കാര്യങ്ങളെ സംശയിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ കഴിഞ്ഞ് അവസാനം കൂരിരുട്ടിൽ അയാളുടെ ജീവിതം അവസാനിപ്പിക്കും. അങ്ങനെ ഇരുട്ടിൽ അവസാനിക്കേണ്ട, അജ്ഞതയിൽ അവസാനിക്കേണ്ട ഒന്നല്ല അമൂല്യമായ മനുഷ്യ ജീവിതം. അതുകൊണ്ട് ദ്വൈതൈക്യ വിഭ്രമം വേണ്ട. ഒന്നാണോ സത്യം, അല്ലെങ്കിൽ പല സത്യങ്ങളുണ്ടോ, ഈ ചിന്തകളൊന്നും വേണ്ട. സത്യം ഒന്നാണ്, അതിൽ ഒരു സംശയവുമില്ല. സ്വാത്മികേത്യേതദ് വിഷയാകർഷണേന ഉപപാദയൻ ജഗതസ്തന്മയത്വമാഹ, അല്ല, ഖാത്മികേത്യേതദ് വിഷയാകർഷണേന ഉപപാദയൻ ജഗതസ്തന്മയത്വമാഹ. ഖാത്മിക, ഖം എന്ന് പറഞ്ഞാൽ ആകാശം, ചിദാകാശം എന്നർത്ഥം. അതിസൂക്ഷ്മമായ ചിത്ത് തന്നെയാണ് ബാഹ്യ വിഷയങ്ങളായും പ്രപഞ്ചമായും കാണപ്പെടുന്നത്. അതുകൊണ്ട് പ്രപഞ്ചം ബ്രഹ്മമയമാണ്. ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കാനില്ല. എല്ലാം ആത്മമയമാണ്. ഈ കാര്യത്തിൽ സത്യദർശികൾക്ക് അല്പം പോലും സംശയമില്ല. ചിച്ഛായൈവം കചത്യച്ഛമനന്ത ഭാസ്വരോദര അംഗരിക്താപി ദൃശ്യാന്ത ശൂന്യത നീലതേവഖേ. ചിത്തിൻ്റെ ഛായയാണ് ഈ പ്രപഞ്ചം. ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ അല്ലെങ്കിൽ പ്രതിബിംബം. ചൈതന്യത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രപഞ്ചം. അത് ചിത്തിൻ്റെ നിഴലാണ്. അതാണ് പ്രപഞ്ചം എന്ന പോലെ, പ്രപഞ്ച പദാർത്ഥങ്ങൾ എന്ന പോലെ പ്രകാശിക്കുന്നത്. അച്ഛം, നിർമ്മലമാണ് ഈ ചൈതന്യം. അനന്ത, അതിരുകളില്ലാത്ത ഒരു തത്വമാണ് ഈ ആത്മാവ്. ഭാസ്വരോദര, സദാ പ്രകാശിച്ചു വർത്തിക്കുന്നതാണ് ഈ ആത്മാവ്. അങ്കരിക്താപി ദൃശ്യാന്തശൂന്യത നീലതേവഖേ. ഈ ആത്മാവിന് അവയവങ്ങളില്ല, അംശങ്ങളില്ല. ഏകമായ, എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ഒന്നായ സത്യമാണ്. ആകാശം പോലെ വ്യാപിച്ചു നിൽക്കുന്നത് എന്ന് പറയാൻ കാരണം ഇതാണ്. ആകാശത്തിന് അവയവങ്ങളില്ല, ആകാശത്തിൽ വലിപ്പച്ചെറുപ്പമില്ല, ആകാശത്തിൽ നീണ്ടതും കുറുകിയതും കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും നിറങ്ങളുള്ളതും ഒന്നുമില്ല. ആകാശം അതിസൂക്ഷ്മമായതുകൊണ്ട് അതിൽ ഒരു ഗുണങ്ങളും സാധ്യമല്ല. ആ ആകാശത്തെയും ഉള്ളതാക്കി അനുഭവിപ്പിച്ചു തരുന്ന ആകാശത്തെക്കാളും സൂക്ഷ്മമായതാണ് ഈ ആത്മതത്വം. ആ ആത്മാവിൽ എന്തു ഭേദമാണ് ഉണ്ടാവുക? അതിൽ എങ്ങനെയാണ് ദ്വൈതം പൊന്തുക? അതുകൊണ്ട് അവയവങ്ങളില്ലാത്ത ഒന്നാണ് ഈ ആത്മതത്വം. അത് അകവും പുറവും പൊള്ളയാണ്.
അപ്പോൾ ശൂന്യതയാണോ? അല്ല. ശൂന്യതയെപ്പോലും അറിയിച്ചു തരുന്ന ഒന്നാണ് ഈ ആത്മാവ്. അതിനെ എങ്ങനെ നിങ്ങൾക്ക് ശൂന്യമെന്ന് പറയാൻ പറ്റും? ശൂന്യതയുടെ അനുഭവം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ആത്മാവാണ്. അപ്പോൾ അതില്ലാത്തതാണ്, അത് അങ്ങേയറ്റം അസത്യമാണ് എന്ന് എങ്ങനെ കരുതാൻ പറ്റും? ഇല്ലായ്മയെപ്പോലും പ്രകാശിപ്പിച്ചു തരുന്ന ഉണ്മയാണ് ഈ ആത്മാവ്. അതിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയോ അതിനെ സംശയിക്കുകയോ ഒരിക്കലും പാടില്ല. അങ്ങനെ ചെയ്യരുത്. അതുള്ളത് കൊണ്ടാണ് ശൂന്യത പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. പ്രപഞ്ച നാമരൂപങ്ങളെയും അറിയിച്ചു തരുന്നത് അതാണ്. എൻ്റെ ഉള്ളിലെ ഞാൻ ഭാവത്തെയും പ്രകാശിപ്പിക്കുന്നത് അതാണ്. ഇനിയിപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം എന്തിന്? നിസ്സംശയ ജ്യോതിഷ എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നത്. സംശയരഹിതമായ പ്രകാശമാണ്, അല്ലെങ്കിൽ അനുഭവമാണ് ഈ ആത്മാവ്. ഞാനുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് പറയൂ. പറയാൻ പറ്റില്ല. ഒരു സംശയവും ഇന്നേ വരെ ഉണ്ടാകാത്ത ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് തൻ്റെ അസ്തിത്വമാണ്. ഞാനുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഇന്നേ വരെ ഒരു ജീവൻ്റെയും ഉള്ളിൽ പൊന്തിയിട്ടില്ല, ഇനി പൊന്താൻ പോകുന്നുമില്ല. കാരണം ഞാനുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം വ്യക്തമായ അനുഭവമാണ്. തൻ്റെ ഉണ്മയെ ആരും ഇന്നേ വരെ സംശയിച്ചിട്ടില്ല, സംശയിക്കാനൊക്കില്ല. കാരണം അത് വ്യക്തമായ അനുഭവമാണ്. പ്രപഞ്ചത്തിൻ്റെ ഉണ്മയെ സംശയിക്കാം. എന്തുകൊണ്ട്? ഗാഠനിദ്രയിൽ അത് കാണപ്പെടുന്നില്ല. ഞാനെന്ന ജീവഭാവത്തിൻ്റെ ഉണ്മയെയും സംശയിക്കാം. കാരണം അതും ഉറക്കത്തിലും അബോധാവസ്ഥയിലും അപ്രത്യക്ഷമാകുന്നു. പക്ഷേ ഈ ഞാനിൻ്റെ ഉണ്മയെയും അഭാവത്തെയും പ്രകാശിപ്പിച്ചു തരുന്ന മറ്റൊന്നുണ്ട്. അതാണ് താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആത്മാവ്. അതിനെയാണ് ചിത്ത്, ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ്, ഭഗവാൻ, ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത്. അതിനെ സംശയിക്കുക എന്ന് പറഞ്ഞാൽ നല്ല അടികൊള്ളാത്തതിൻ്റെ കുറവാണ്. അടികൊള്ളാത്ത ചുട്ട അടിയുടെ കുറവാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഉണ്മയുടെ അനുഭവം ആത്മാവിന് മാത്രമേ ഉള്ളൂ. ഞാൻ പൊന്തിയാൽ അപ്പോൾ ഞാനുണ്ട് എന്ന അനുഭവം, ഞാൻ ലയിച്ചു പോയാൽ ഞാൻ ഇല്ല എന്നുള്ള അനുഭവം. അപ്പോഴും ഈ അനുഭവം അങ്ങനെ തന്നെയുണ്ട്. ഉണ്മയെയും ഇല്ലായ്മയെയും അറിയിച്ചു തരുന്ന അനുഭവത്തിൻ്റെ ഉണ്മയെ നമുക്ക് എങ്ങനെ സംശയിക്കാൻ കഴിയും? സംശയിക്കരുത്, സംശയിക്കാൻ പാടില്ല, സംശയിക്കാൻ വേദാന്തം അനുവദിക്കുകയില്ല. ഈ തൻ്റെ ഉണ്മയെന്ന് പറഞ്ഞാൽ ജീവഭാവത്തിൻ്റെ ഉണ്മയല്ല. ആ ജീവൻ, ഞാനെന്ന ഭാവം പോലും പൊന്തി മറയുന്നതാണ്. അതിനെയും അറിയിച്ചു തരുന്ന, അതിനും സാക്ഷിയായി വർത്തിക്കുന്ന ഈ മറ്റൊന്ന്, ഈ ആത്മാവിനെ നമുക്ക് എങ്ങനെ സംശയിക്കാൻ പറ്റും? ഉറക്കം എന്ന് പറയുന്നത് ഗംഭീരമായ ഒരു അനുഭവമാണ്, അല്ലെന്നാരെങ്കിലും പറയുമോ? സകല പ്രശ്നങ്ങളും മറന്ന്, ശരീരത്തിലുള്ള രോഗങ്ങളെയെല്ലാം മറന്ന്, ഒരു ബന്ധങ്ങളും ഇല്ലാതെ ആനന്ദമായി മനുഷ്യൻ കഴിയുന്ന ഒരവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. ആ സുഷുപ്തിയിൽ, ആ സുഷുപ്തി സുഖത്തെ അനുഭവിച്ചുകൊണ്ട് ആരാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ ആത്മാവ് തൻ്റെ സുഖത്തെ അനുഭവിച്ചുകൊണ്ട് ഞാനെന്ന ഭാവത്തെ പ്രകാശിപ്പിക്കാതെ, കാരണം ബുദ്ധിയും മനസ്സുമൊക്കെ ലയിച്ചു പോകുന്നതോടുകൂടി ഉറക്കം എന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ആത്മാവ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്വരൂപമോ സ്വഭാവമോ ആണ് ആനന്ദം എന്നുള്ളത്. ആ ആനന്ദത്തെ ആരനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് തന്നെ അനുഭവിക്കുന്നു. തൻ്റെ ആനന്ദത്തെ താൻ തന്നെ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നു. അത് തന്നെയാണ് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ന ഭാവത്തിൽ പൊന്തി വരുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഞാൻ സുഖമായി ഉറങ്ങി. നിങ്ങൾ അനുഭവിച്ച സുഖം ജീവഭാവം നിങ്ങൾക്ക് അനുഭവിപ്പിച്ച് തന്നതാണോ? അല്ല. ഞാൻ തന്നെ സ്വയം മറന്നുറങ്ങുമ്പോൾ ഞാൻ സുഖമായിരുന്നു എന്ന അറിവിനെ പ്രകാശിപ്പിക്കുന്നത് ഏത്? അല്ല, അത് ഞാൻ തന്നെ. കാരണം ഞാനാണല്ലോ ഉറക്കത്തിൽ സുഖമായിരുന്നത്. ഞാനെന്ന ഭാവം ഇല്ലാതെ സുഖത്തെ മാത്രം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെ സുഷുപ്തി. അങ്ങനെ ആനന്ദം സ്വരൂപമായിട്ട് ഉള്ള ഒന്നുണ്ട്.
അത് തന്നെയാണ് ഞാനായിട്ടും പ്രപഞ്ചമായിട്ടും പ്രകടമാകുന്നത്. ചിത്തിൻ്റെ ഒരു നിഴൽ മാത്രമാണ് പ്രപഞ്ചം. അത് വാസ്തവത്തിൽ അങ്ങേയറ്റം പരിശുദ്ധമാണ്, നിർമ്മലമാണ്, അനന്തമാണ്, പ്രകാശിക്കുന്ന അന്തർഭാഗത്തോടു കൂടിയതാണ്, ചൈതന്യ സ്വരൂപമാണ്. ചിത്ത് എന്നല്ല പറയുന്നത്, ചിന്മയം എന്നാണ് പറയുന്നത്. ചിന്മയം, ജലമയം, സ്വർണമയം, വൃക്ഷമയം, അഴുക്കുമയം എന്നൊക്കെ നമ്മൾ ഈ മയം എന്ന് പറഞ്ഞാൽ അതല്ലാതെ വേറൊന്നുമില്ല. അതിനാണ് ഈ മയം എന്നുള്ള പ്രത്യയം ചേർക്കുന്നത്. ഈ ചിത്ത് സർവവ്യാപിയാണ്. അതല്ലാത്ത മറ്റൊന്നുമില്ല. ജഡത്തിൻ്റെ സ്പർശം പോലും അതിലില്ല. ജഡം വെറുതെ ഇതിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ച മാത്രമാണ്. ഭാസ്വരോദര, അന്തർഭാഗത്തിൽ പ്രകാശിക്കുന്നത്, ചൈതന്യമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അംഗോപാംഗങ്ങളോട് കൂടിയതല്ലെങ്കിലും ദൃശ്യത്തിന് അംഗോപാംഗങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങൾ അല്ലെങ്കിൽ ഭേദം ഉള്ളതുപോലെ തോന്നുന്നു. വാസ്തവത്തിൽ ഈ ആത്മാവിൽ ഒരു ഭേദവുമില്ല. അന്തശൂന്യത. ഇത് അകം പൊള്ളയായ ഒന്നാണ്. അകം പൊള്ളയായത് എന്ന് പറയുമ്പോൾ അത് മറ്റ് വസ്തുക്കളെ തന്നിൽ ഉൾക്കൊള്ളുന്നില്ല എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ചിത്ത് തന്നെയാണ്. ചിത്ത് കൊണ്ട് ഗാഠമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിത്ത് നിറഞ്ഞിരിക്കുന്നു. ചിത്തിൻ്റെ ഇടയ്ക്ക് ഒഴിഞ്ഞ സ്ഥലമില്ല. സാന്ദ്രമായതാണ്, നിബിഡമാണ്, ഇടതൂർന്നതാണ്. പക്ഷേ അതിൽ വസ്തുക്കളോ സങ്കല്പങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിഞ്ഞതുമാണ്, ശൂന്യവുമാണ്. ഇതെങ്ങനെയാണ് സാന്ദ്രമായ ബോധത്തിൽ മിഥ്യയായ കാഴ്ചകൾ പൊന്തുന്നത് എന്ന് ചോദിച്ചാൽ, ആകാശത്തിൻ്റെ നീല നിറം പോലെ. ആകാശം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ട് ഈ നീല നിറം ആകാശത്തിന് കൈവന്നതുപോലെ നാം അനുഭവിക്കുന്നു? അത് നമ്മുടെ ഒരു ഭ്രമം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. വാസ്തവത്തിൽ അവിടെ ഒരു നീല നിറവുമില്ല. ഒരു മേൽക്കട്ടി ഉള്ളതുപോലെ തോന്നുന്നു, ഒരു തട്ട് അല്ലെങ്കിൽ ഒരു സീലിംഗ് ഉള്ളതുപോലെ തോന്നുന്നു. അതിൽ നീല നിറം കാണപ്പെടുകയും ചെയ്യുന്നു. എന്താണ്? ഭ്രമം. അതുപോലെ ചിത്തിൽ തോന്നിയ ഒരു ഭ്രമമാണ് ഈ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ജീവഭാവവും. വാസ്തവത്തിൽ ഈ ജീവനായും ജഗത്തായും പ്രകടമാവുന്നത് ബ്രഹ്മം തന്നെ. ആ സർഗത്തിൻ്റെ അവസാന പദ്യത്തിലേക്ക് കടക്കാം. വിസദൃശകാര്യാനുഭവോ നഭവതി സഹകാരി കാരണാഭാവാത് സർഗാദാവത ആദ്യാ ചിദേവ ദൃശ്യം യഥാ സ്വപ്നേ. വിസദൃശകാര്യാനുഭവ, കാരണത്തിൽ നിന്ന് ഭിന്നമായ ഒരു കാര്യം ഒരിടത്തും സംഭവിക്കുകയില്ല. എവിടെ വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ചോളൂ. കാരണത്തിൽ നിന്ന് പൊന്തുന്നതിനെയാണ് കാര്യം എന്ന് പറയുന്നത്. ഈ കാര്യം കാരണത്തിൽ നിന്നും ഒരിക്കലും ഭിന്നമല്ല. കാര്യരൂപത്തിൽ കാണപ്പെടുന്നത് കാരണം തന്നെ. കാരണത്തിൻ്റെ സ്വഭാവം കാര്യത്തിലും കാണപ്പെട്ടേ മതിയാവൂ. സ്വർണത്തിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങളാണ് ആഭരണങ്ങൾ. ഈ ആഭരണങ്ങൾക്ക് സ്വർണത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും. സ്വർണം തിളങ്ങുന്നതാണെങ്കിൽ ആഭരണങ്ങളും തിളങ്ങും. സ്വർണത്തിന് മഞ്ഞ നിറമുണ്ടെങ്കിൽ ആഭരണങ്ങളും മഞ്ഞ നിറത്തിലായിരിക്കും. കാരണം തന്നെയാണ് കാര്യമായി തീരുന്നത്. അങ്ങനെ നോക്കിയാൽ കാരണം ചിത്ത്, അതിൽ ഉണ്ടെന്ന് തോന്നുന്ന കാര്യമാണ് ജഡം അല്ലെങ്കിൽ പ്രപഞ്ചം. ഈ ജഡം വാസ്തവത്തിൽ ചിത്ത് തന്നെയാണ്. ജഡം എന്ന പോലെ നാം തെറ്റിദ്ധരിക്കുന്നു. ചൈതന്യമല്ലാതെ മറ്റൊന്നുമില്ല. ചൈതന്യത്തിൽ നിന്ന് ഉണ്ടായത് ചൈതന്യമല്ലാതെ മറ്റൊന്നെങ്ങനെയാവും? ജഡം ചിത്തിൽ നിന്നുണ്ടായി എന്നാണ് പറയുന്നത്. ജഡം ജഡത്തിൽ നിന്നുണ്ടാവില്ല. ജഡത്തെ
അറിയിച്ചു തരുന്ന ഒന്നിൽ നിന്ന് മാത്രമേ ജഡം ഉള്ളതായി തീരാൻ പറ്റൂ. ജഡം സ്വയം അറിവില്ലാത്തതാണ്, അനുഭവമില്ലാത്തതാണ്. ജഡത്തെ ഉണ്ടെന്നറിയുന്നത് ചിത്താണ്. അപ്പോൾ ചിത്തിൽ പൊന്തിയ ഒന്നാവാനേ പറ്റൂ ഈ ജഡം. ചിത്തിൽ പൊന്തിയ ഒന്നാണ് ഈ ജഡമെങ്കിൽ ഈ ജഡം ചിത്താകുന്ന കാരണത്തിൻ്റെ കാര്യമാണ്. കാരണത്തിൽ നിന്ന് കാര്യം ഭിന്നമല്ല എങ്കിൽ ഈ ജഡമും ചിത്ത് തന്നെ. അല്ല, ഇങ്ങനെ ചിന്തിച്ച് തീരുമാനിക്കാൻ എന്താ വിഷമം? ഞാൻ നോക്കിയിട്ട് ഒരു പ്രയാസവും കാണുന്നില്ല കേട്ടോ, സത്യം പറയാം. ഒരു പ്രയാസവും ഇല്ല. കാരണത്തിൽ തോന്നുന്നതാണ് കാര്യം. കാരണം തന്നെയാണ് കാര്യമായി തീർന്നിരിക്കുന്നത്. കാര്യം എന്ന പേര് പറയുമ്പോഴും വാസ്തവത്തിൽ ആ കാര്യത്തിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്നത് കാരണം തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ ഈ ജഡദൃശ്യങ്ങളിലെല്ലാം ഇവയുടെ കാരണമായ ചിത്ത് വ്യാപിച്ചല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ ഇതിനെയൊക്കെ ചിത്താണ് എന്ന് തീരുമാനിക്കാൻ എന്താ വിഷമം? അല്ല സ്വാമി, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പറ്റുന്നില്ല. അത് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്താണ് ബുദ്ധിമുട്ട്? അല്ല, മറന്നു പോകുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഓർമ്മിക്കൂ. അല്ല, എന്നാലും കൂടെ മറന്നു പോകുന്നു. ഒരു കാര്യം ചെയ്യും, ഇമ്പോസിഷൻ എഴുതൂ. ഒരു 50 പ്രാവശ്യം എഴുതൂ, ഞാൻ ബ്രഹ്മമാണ്, പ്രപഞ്ചം ബ്രഹ്മമാണ്. ഒരു 50 100 പ്രാവശ്യം എഴുതൂ. അങ്ങനെയെങ്കിൽ ഈ സത്യം ഒന്ന് ഉറയ്ക്കട്ടെ. ചിന്തിച്ച് തീരുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇമ്പോസിഷൻ എഴുതി ഇത് ഉറപ്പിക്കുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. വാസ്തവത്തിൽ ഈ ആവർത്തിച്ചുള്ള ചിന്തന ഉണ്ടല്ലോ, അത് തന്നെ ഒരു തരത്തിലുള്ള ഇമ്പോസിഷനാണ്. ഞാൻ ബ്രഹ്മമാണ് എന്ന സത്യം വ്യക്തമായി പ്രകാശിച്ച് നിൽക്കെ അതാണ് താനെന്ന് അനുഭവിക്കാൻ പറ്റാത്തതിന് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഇമ്പോസിഷനാണ് ഈ തത്വവിചാരം എന്ന് പറയുന്നത്. നീ ആലോചിക്ക്, വീണ്ടും ചിന്തിക്ക്. എല്ലാം ബ്രഹ്മമാണ് എന്ന് ആവർത്തിച്ച് ചിന്തിക്ക്. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുള്ളൊരു ശിക്ഷയാണ്. പക്ഷേ ആ ശിക്ഷയിലൂടെ നാം എല്ലാം ബ്രഹ്മമാണ് എന്നുള്ള പാഠം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അല്ലാതെ അധ്യാപകൻ എന്നെ ശിക്ഷിച്ചു, 100 പ്രാവശ്യം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു, അങ്ങനെ വിഷമിക്കുകയല്ല ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്. ഇതിലൂടെ ഞാനാണ് ഈ സത്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ സ്വയം ചിന്തിച്ച് അഹം ബ്രഹ്മാസ്മി സർവം ബ്രഹ്മമയം, ഈ ചിന്തകളെ ആവർത്തിച്ച് നമ്മുടെ ഉള്ളിൽ ആനയിക്കുക വഴി എല്ലാം ബ്രഹ്മമാണ് എന്ന ഉറപ്പ് നേടാൻ കഴിയും. ചിന്തിച്ച് തീരുമാനിക്കപ്പെടേണ്ടതിനെ ചെയ്ത് നേടാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തമാണ്. ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കി അറിവിലൂടെ നേടേണ്ടതാണ് ഈ ആത്മതത്വം. അതിനെ പൂജകളിലൂടെയോ ധ്യാനത്തിലൂടെയോ യോഗാസനത്തിലൂടെയോ പ്രാണായാമത്തിലൂടെയോ നേടാൻ ശ്രമിക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമല്ല. അറിവിലൂടെ നേടേണ്ടതിനെ അറിവിലൂടെ തന്നെ നേടണം. അറിവ് സ്വരൂപമായിട്ടുള്ളതാണ് ഈ ആത്മാവ്. അതിനെ അറിവിലൂടെ മാത്രമേ സമീപിക്കാൻ പറ്റൂ. അതിനെ കർമ്മങ്ങളിലൂടെ സമീപിക്കുന്നത് ശുദ്ധമായ വങ്കത്വമാണ്, വിഡ്ഢിത്തമാണ്, ഭോഷ്കാണ്. കർമ്മങ്ങളിലൂടെ ഈ ആത്മാവിനെ നേടാൻ പറ്റില്ല. എന്നാൽ പിന്നെ കർമ്മം വേണ്ടെന്ന് വെക്കട്ടോ. പറ്റുമെങ്കിൽ കർമ്മം വേണ്ടെന്ന് വെക്കൂ. പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? എന്നെ കൊണ്ടും പറ്റില്ല. നമ്മളൊരു ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയോടുകൂടി ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ കർമ്മത്തെ മിഥ്യയാണെന്നറിയണം. ഇത് സത്യമല്ല എന്ന ഉറപ്പ് വരണം. അതെങ്ങനെയാ ഉറപ്പ് വരിക? ആവർത്തിച്ച് ചിന്തിക്കുക വഴി. നിരന്തരമായ തത്വചിന്തയിലൂടെ, തത്വവിചാരത്തിലൂടെയാണ് എല്ലാം ആത്മമയം എന്ന കാര്യം ഉറപ്പിക്കപ്പെടേണ്ടത്. അതിന് ഞാൻ തയ്യാറല്ല. എനിക്ക് കർമ്മം ചെയ്യാനേ സമയമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ തത്വവിചാരം ചെയ്യുക? ഒരു കാര്യം ചെയ്യൂ, കർമ്മം ചെയ്ത് ഒരു ദിവസം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾ ചത്തു വീഴും. മതിയോ? മതിയെങ്കിൽ മതി. നിങ്ങൾക്ക് മതിയെങ്കിൽ പിന്നെ എനിക്കെന്താ എത്ര നിർബന്ധം? കർമ്മം ചെയ്ത് ഞാൻ തളരും. ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ദിവസം മരിച്ചു പോകും. കാരണം എനിക്ക് ഒഴിവ് സമയം കിട്ടാറില്ല സ്വാമി. അവധി ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴെങ്കിലും ഒരു ഉപനിഷത്ത് ഭാഷ്യമോ ഒരു ഭഗവത്ഗീത ഭാഷ്യമോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധ്യാത്മിക ഗ്രന്ഥം എടുത്ത് 4 വരി വായിച്ച് എല്ലാം ആത്മമയമാണ് എന്നുള്ള കാര്യം ചിന്തിച്ചുറപ്പിക്കുന്നതിന് പകരം ഞായറാഴ്ച ഒരു ദിവസമേ അവധിയുള്ളൂ, ഭാര്യയും കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്ത് കറങ്ങാൻ പോകണം. വേണ്ടെന്നല്ല, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുട്ടികൾ വേണ്ടാന്ന് പറയാൻ ഞാൻ ആരാണ്? എനിക്കെന്തവകാശം? പക്ഷേ ഈ ഭാര്യയിലും കുട്ടികളിലും കറക്കത്തിലുമായി നമ്മുടെ ജീവിതം അവസാനിക്കരുത്. നമ്മുടെ ലക്ഷ്യത്തെ നാം ഉറപ്പിക്കണം. ഇതൊക്കെ ചുമ്മാ ഇടയ്ക്ക് കയറി വന്നതാണ്. നമ്മൾ ഈ ലോകത്തിൽ ഒരു വിരുന്നുകാരനാണ്, വിരുന്നുകാരനെ പോലെയാണ്. വരും പോകും. ഈ പ്രപഞ്ചഗൃഹത്തിൻ്റെ സ്വാമി അഥവാ ഉടമസ്ഥൻ ഈശ്വരനാണ്. നമ്മൾ അതിഥികളെ പോലെയാണ്. അതെപ്പോഴും ഓർമ്മ വേണം. നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു 3 ദിവസം അവിടെ ഇരിക്കുമ്പോൾ ഈ വീട് എൻ്റേതാണെന്ന് പറയുന്നത് പോലെയാണ്. ഇടയ്ക്ക് വന്നു കയറിയതാണ് ഈ ശരീരം. ഈ പ്രപഞ്ചത്തിൽ ജനിച്ചവരാണ് നമ്മൾ എല്ലാവരും. ഇത് സത്യമാണ്. ഈ ശരീരം ഞാനാണ്, വിടുകയില്ല. നിങ്ങൾ വിടണ്ട. നിങ്ങളിൽ നിന്ന് ഈ ശരീരത്തെ വലിച്ചു പറിച്ച് കളയാൻ പ്രകൃതിക്ക് കഴിവുണ്ട്. നിങ്ങൾ വേണ്ടാന്ന് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ട് വലിച്ചാൽ അത് എടുത്തുകൊണ്ട് പോകും. വലിച്ച നിങ്ങൾ പ്രത്യേകമായിരിക്കും, നിങ്ങളുടെ ശരീരം വേറെ കിടക്കും. അതിനെ ബാക്കിയുള്ളവർ കൊണ്ടുപോയി കത്തിക്കുകയും ചെയ്യും. അല്ല, ഞാൻ ഇത്ര നിഷ്ഠുരമായി സംസാരിക്കുന്നു എന്ന് വിചാരിക്കരുത്. എന്തിന് ഈ ശരീരത്തിൽ ഇത്ര മമത? ഞാൻ ദേഹമാണ് എന്നുള്ള മുറുകെ പിടുത്തം എന്തിന്? ഞാൻ ശരീരത്തിൻ്റെ കാഴ്ചക്കാരനാണ്, ശരീരത്തിൻ്റെ ദ്രഷ്ടാവാണ്. ഞാൻ എന്നാൽ അറിയപ്പെടുന്നത് എൻ്റെ ദൃശ്യമാവാനേ പറ്റൂ. ഞാൻ ശരീരമായിരുന്നെങ്കിൽ എനിക്ക് ശരീരത്തെ എന്നിൽ നിന്ന് ഭിന്നമായ ഒന്നായി അറിയാൻ പറ്റുകയില്ലായിരുന്നു. ശരീരം എൻ്റെ എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവവും അങ്ങനെ തന്നെ. ചില നേരത്ത് ശരീരം ഉള്ളതുപോലെ, പല നേരങ്ങളിലും ശരീരം ഇല്ലാത്തതുപോലെയാണ്. ഉറങ്ങുന്ന വേളകളിലൊന്നും ദേഹാനുഭവമില്ല. ഉണർന്നിരിക്കുന്ന വേളകളിൽ പോലും നമ്മുടെ മനസ്സ് മറ്റേതെങ്കിലും വിഷയത്തിൽ ഏകാഗ്രപ്പെടുമ്പോൾ ഈ ശരീരത്തെ നാം മറക്കുകയാണ് പതിവ്. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചാൽ മാത്രം അനുഭവത്തിലുള്ളത്, ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന ഒന്നിനെ ഞാൻ എന്തിന് സത്യമെന്ന് കരുതണം? ദൃശ്യങ്ങളൊന്നും സത്യമല്ല. എൻ്റെ അനുഭവമണ്ഡലത്തിലുള്ളതൊന്നും സത്യമല്ല. ഞാനെന്ന മൂല അനുഭവം പോലും ആത്മാവിൻ്റെ പ്രകടനമാണ്. ഈ ഒരു വീക്ഷണകോണിനെ അംഗീകരിക്കണം. എന്നാലേ നമുക്ക് ഈ ആത്മാവിൽ ശ്രദ്ധയുണ്ടാവത്തുള്ളൂ. അശ്രദ്ധ കാരണം നഷ്ടപ്പെടുത്തിയ ഒന്നാണ് ഈ ആത്മാവ്. ശ്രദ്ധ കൊണ്ട് മാത്രം നേടപ്പെടേണ്ടതാണ് ഈ ആത്മാവ്. നമ്മുടെ ശ്രദ്ധ ഈ ആത്മാവിൽ പതിയുന്നില്ല. ശ്രദ്ധ മറ്റു പലതുകളിലുമായി പോകുന്നു. അപ്പോൾ മറ്റു പലതുകളും ഉള്ളതുപോലെ തോന്നുന്നു. ശ്രദ്ധ ആത്മാവിലേക്ക് തിരിഞ്ഞാൽ ആത്മാനുഭവം നേടാൻ പറ്റും. ആത്മജ്ഞാനം, ആത്മാവിനെ കുറിച്ചുള്ള അറിവ്, ആ അറിവ് ശ്രദ്ധ കൊണ്ട് നേടേണ്ടതാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ എന്നാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. ശ്രദ്ധയുള്ളവർ മാത്രം ഈ ആത്മാവിനെ നേടും. അശ്രദ്ധയുള്ളവർ പ്രപഞ്ചത്തെ നേടും, പ്രപഞ്ചത്തിലുള്ള സുഖങ്ങളെ അവർ അനുഭവിക്കും. പക്ഷേ അമൂല്യമായ ഈ ആത്മതത്വത്തെ അവർ നഷ്ടപ്പെടുത്തി കളയും. വിസദൃശ കാര്യാനുഭവ, കാര്യം ഒരിക്കലും കാരണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. നഭവതി സഹകാരികാരണാഭാവാത്, സഹകാരി കാരണം ഇല്ലാതെ, നിമിത്ത കാരണം സഹകാരി കാരണം, ഒരു കാരണം കൂടെ ഉണ്ടല്ലോ, ഉപാദാന കാരണം. ഉപാദാന കാരണമോ നിമിത്ത കാരണമോ സഹകാരി കാരണമോ ഒന്നുമില്ലാതെ ബ്രഹ്മത്തിൽ നിന്ന് ഉള്ളതുപോലെ തോന്നിയതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഈ ഉത്പന്നം, ഈ പ്രോഡക്റ്റ് കള്ളമാവാനേ പറ്റൂ. തീരുമാനിക്കുക. അല്ല, ഇതൊക്കെ ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ഇത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞൂടെ? ബ്രഹ്മത്തിൽ ഉള്ളതുപോലെ തോന്നുന്നവയാണ് ഈ ജഡനാമരൂപങ്ങൾ. ആ ജഡങ്ങൾ
ബ്രഹ്മമാണ് എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. അതായത് കയറിലെ പാമ്പ് കയറ് തന്നെയാണ് എന്ന് പറയാമെങ്കിലും അത് പൂർണ്ണമായി ശരിയല്ല. എന്തുകൊണ്ടെന്നോ, കയറിൽ പാമ്പെന്ന ഒന്ന് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നില്ല. പാമ്പിൻ്റെ പ്രതീതി ഭ്രമം മാത്രമേ ഉള്ളൂ. ആ പ്രതീതിക്ക് നിദാനമായത്, കാരണമായി വർത്തിക്കുന്ന ഒരു മൂലവസ്തു ഉണ്ട്, അതാണ് കയറ്. കയറിലെ പാമ്പ് കയറാണ് എന്ന് പറയുന്നത് പോലെയാണ് ജഡനാമരൂപങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ് എന്നുള്ള പറച്ചിൽ. ജഡനാമരൂപങ്ങൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കയറിലെ പാമ്പ്, അങ്ങനെ ഒരു പാമ്പ് യഥാർത്ഥത്തിൽ ഇല്ല. കയറ് തന്നെ പാമ്പായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. ജഡമായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് ചിത്താണ്. ചിത്തിനെ തന്നെയാണ് നാം ജഡങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അല്ലാതെ ചിത് ഭിന്നമായ, ചിത്തിൽ നിന്ന് വ്യതിരിക്തമായ ഒരു ജഡവും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. നഭവതി സഹകാരി കാരണാഭാവാത്. ഉപാദാന കാരണം, നിമിത്ത കാരണം, സഹകാരി കാരണം, ഇങ്ങനെയുള്ള ഒരു കാരണങ്ങളുടെയും സഹായം ഇല്ലാതെ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ച മാത്രമാണ് ഈ പ്രപഞ്ചവും പ്രപഞ്ചപദാർത്ഥങ്ങളും. സർഗാദാവത ആദ്യ ചിദേവ ദൃശ്യം യഥാ സ്വപ്നെ. സൃഷ്ടി നടന്നതിന് ശേഷമാണ് ഈ ദൃശ്യപ്രപഞ്ചം നിലവിൽ വന്നത്. സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ഇതില്ല. സൃഷ്ടി ആരംഭിച്ചതിന് ശേഷം ഇതുണ്ടായോ എന്ന് ചോദിച്ചാൽ സൃഷ്ടി എന്ന ഒന്ന് തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഇല്ലാത്ത ഈ പ്രപഞ്ചത്തെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെ സത്യമെന്ന് അനുഭവിക്കും? അത് നിങ്ങളുടെ ഒരു വിഭ്രമം മാത്രമാണ്, അത് വാസ്തവമല്ല. ഈ പ്രപഞ്ചം എന്ന ഒന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടേ ഇല്ല. അജാതവാദം ഗൗഡപാദ മഹർഷിയുടെ സിദ്ധാന്തമാണ്. സൃഷ്ടിയുടെ കാരണം അന്വേഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. എന്തുകൊണ്ടെന്നോ, ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം എന്നാണല്ലോ നാം കരുതുന്നത്. ഇത് സൃഷ്ടിക്കപ്പെട്ടിട്ടേ ഇല്ല. ആരും ഇതിനെ സൃഷ്ടിച്ചിട്ടില്ല. ഇതിൻ്റെ സൃഷ്ടിക്ക് അടിസ്ഥാനമായ കാരണങ്ങളില്ല. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. സൃഷ്ടിക്ക് യുക്തിയുക്തമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് മിഥ്യയാണെന്ന് ഉറപ്പിച്ചോളൂ. ബുദ്ധിയാണ് തീരുമാനിക്കേണ്ടത്. പ്രപഞ്ചം മിഥ്യയാണെന്ന് ലബോറട്ടറിയിൽ പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ലാബിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ജഡങ്ങളാണ്, മനുഷ്യ നിർമ്മിതങ്ങളാണ്. ഈ ടെസ്റ്റ് ട്യൂബും ബീക്കറും പിപ്പറ്റും രാസപദാർത്ഥങ്ങളും ഇതെല്ലാം മനുഷ്യനിർമ്മിതങ്ങളായ ജഡങ്ങളാണ്. ഈശ്വര നിർമ്മിതങ്ങളായ 5 ജഡങ്ങളാണ് നമുക്കുള്ളത്, പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങളുടെ രഹസ്യം മനസ്സിലാക്കാതെ മനുഷ്യനിർമ്മിതങ്ങളായ ജഡങ്ങളെ പരീക്ഷണശാലകളിൽ ഉപയോഗിച്ച് പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ തീരുമാനിക്കാൻ പറ്റില്ല. ഇത് അവനവൻ്റെ മനസ്സാകുന്ന പരീക്ഷണശാലയിൽ തീരുമാനിച്ചുറപ്പിക്കപ്പെടേണ്ട സത്യമാണ്. എന്ത്? പ്രപഞ്ചം മിഥ്യയാണ് എന്ന സത്യം. പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ളതാണ് സത്യം. അത് അവനവൻ്റെ മനസ്സ്, ബുദ്ധി അതിനെ മാത്രം വിനിയോഗിച്ച് സ്വയം തീരുമാനിച്ച് ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. സർഗാദാവത ആദ്യ ചിദേവ ദൃശ്യം യഥാ സ്വപ്നെ. സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു? ബ്രഹ്മം. സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ച പദാർത്ഥങ്ങളെല്ലാം സൃഷ്ടിയെ തുടർന്ന് നിലവിൽ വന്നവയാണ്. സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ് ബ്രഹ്മം, ആത്മാവ്. അതിൽ എന്തിന് സൃഷ്ടി സംഭവിച്ചു, സൃഷ്ടികർത്താവെന്ന ഒരാളുണ്ടോ എന്നൊക്കെ ആലോചിച്ചാൽ അങ്ങനെ ആരുമില്ല. ഇല്ല, ഭഗവാൻ സൃഷ്ടിച്ചു എന്നാണല്ലോ പുരാണങ്ങളും മറ്റും പറയുന്നത്. പിന്നെ ഭഗവാൻ സൃഷ്ടിച്ചു എന്നല്ലാതെ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന കാരണവന്മാർ സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചം എന്ന് പറയണോ?
മനുഷ്യരൊക്കെ ഈ ഭൂമുഖത്തിൽ ജനിച്ചവരാണ്. മനുഷ്യർ ജനിക്കുന്നതിന് മുൻപേ ഉള്ളതാണ് ഈ ഭൂമി. ആ ഭൂമിയെ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തത്വത്തെ ഋഷികൾ നമുക്കായി വിഭാവന ചെയ്തു. ഈശ്വരൻ, ഭഗവാനാണ് സൃഷ്ടിച്ചത്. നമ്മൾ മണ്ടന്മാരായതുകൊണ്ട് ആ ഉത്തരം കേട്ട് നമ്മൾ തൃപ്തിപ്പെടുന്നു. ഭഗവാൻ എന്തിനാണ് സൃഷ്ടിച്ചത്? എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഈ സൃഷ്ടി കൊണ്ട് ജീവന്മാർക്ക് കാര്യമായ എന്തെങ്കിലും സുഖം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണോ ഈ സൃഷ്ടി നടത്തിയത് ഭഗവാൻ? പ്രയോജനമില്ലാതെ, ഒരു ഉദ്ദേശ്യവുമില്ലാതെ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നതാണ് ഭ്രമത്തിൻ്റെ സ്വഭാവം. ഭ്രമത്തിന് കാരണമില്ല, ഭ്രമത്തിന് വിശേഷിച്ചൊരു പ്രയോജനവുമില്ല. പ്രപഞ്ചഭ്രമം കൊണ്ട് ആർക്ക് എന്ത് ലാഭമാണ് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്? ഒന്ന് പറയൂ. ജനിച്ചവരൊക്കെ ഒരു ദിവസം മരിച്ചു പോയിട്ടുണ്ട്. ജനിച്ച നമ്മളും ഒരു ദിവസം മരിച്ചു പോകും. മനുഷ്യൻ നേടിയത്, അവൻ വെട്ടിപ്പിടിച്ചത് എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് യാത്രയാകുന്നത്. അപ്പോൾ ഈ മനുഷ്യ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയോജനം ഈ മനുഷ്യ ജീവിതം കൊണ്ട് ഒരാൾക്ക് നേടാൻ കഴിയുന്നു എന്ന് കരുതാൻ പറ്റുമോ? പറ്റില്ല. എന്തിനാ ജനിക്കുന്നത്? മരിക്കാൻ വേണ്ടി. എന്തിനാ മരിക്കുന്നത്? ജനിക്കാൻ വേണ്ടി. എന്തിനാ ഈ ജനന മരണങ്ങൾ? ദുഃഖിക്കാൻ വേണ്ടി. കൊള്ളാം. ഇതിലാണോ നമ്മൾ മതിമറന്ന് കഴിയുന്നത്? ദുഃഖിക്കുക എന്നുള്ളത് ഒരു പ്രയോജനമാണോ? എന്തുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നില്ല? ഒരു രസമാണ്. ദുഃഖിക്കുന്നത് ഒരു രസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡ നമസ്കാരം ചെയ്യുകയേ നിവർത്തിയുള്ളൂ നിങ്ങളുടെ മുമ്പിൽ. ദുഃഖിക്കുന്നത് എനിക്ക് രസമാണ്, ജനിച്ച് മരിച്ച് കളിക്കുക എനിക്കൊരു ഹരമാണ് എന്ന് പറയുന്നവരുടെ മുമ്പിൽ തുടർന്നോളൂ സുഹൃത്തെ, വീണ്ടും വീണ്ടും ജനിച്ചോളൂ, മരിച്ചോളൂ, ദുഃഖിച്ചോളൂ. ഞങ്ങൾക്കിതൊരു ഹരം പകരുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനായിട്ട് എന്തിനാ അത് ഇല്ലാതാക്കുന്നത്? തുടർന്ന് നടത്തിക്കോളൂ. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കടുത്ത ദുഃഖം ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കാത്ത മനസ്സുകളില്ല. അത് ദുഃഖം വരുമ്പോൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ദുഃഖം വരുന്നതിന് മുമ്പേ വാക്സിനേഷൻ പോലെ കോവിഡ് വാക്സിനേഷൻ നമ്മൾ നടത്തിയില്ലേ? 2 വാക്സിൻ ഉണ്ടല്ലോ, കോവാക്സിനും കോവിഷീൽഡ്. നല്ല ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. ബ്രഹ്മത്തെ മറന്നുപോയാലും 2 കോവിഡ് വാക്സിൻ്റെ പേര് കൃത്യമായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. എനിക്ക് മറന്നുപോയി, കോവാക്സിൻ മാത്രമേ ഓർമ്മയുള്ളൂ. കോവിഷീൽഡ്. ഇപ്പോൾ കോവിഡിനെ തന്നെ മറന്നു. അവൻ്റെ ഒരു വരവ് ഉണ്ടാവുന്നത് വരെ നമ്മൾ അതിനെ മറന്നിരിക്കും. ഇവനൊക്കെ വീണ്ടും പ്രത്യക്ഷപ്പെടാം. മുങ്ങിയവൻ പൊങ്ങി വരും. പുതിയ രൂപത്തിലോ ഇല്ലെങ്കിൽ പഴയ രൂപത്തിലോ ഇതൊക്കെ തിരിച്ച് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും പലരും മാസ്ക് ധരിച്ച് നടക്കുന്നത് ഇവൻ തിരിച്ചു വരാം എന്ന് അവർ വിചാരിക്കുന്നത് കൊണ്ടാണ്. ഒന്നും പോവില്ല. ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഒരു രോഗവും ഇനി വരില്ല എന്ന് മനുഷ്യന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞങ്ങൾ വസൂരി നിർമ്മാർജ്ജനം ചെയ്തു, പ്ലേഗ്, മലേറിയ പോലെയുള്ള രോഗങ്ങൾ തുടച്ചു നീക്കി എന്ന് മനുഷ്യൻ വീമ്പിളക്കുമ്പോഴും അവിടെയായി പല രാജ്യങ്ങളിലും, ആഫ്രിക്ക മുതലായ രാജ്യങ്ങളിൽ ഇപ്പോഴും ഈ രോഗങ്ങളൊക്കെ തലപൊന്തിക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തു. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളാണോ ഈ രോഗത്തെ പടച്ചു വിട്ടത്? അല്ലല്ലോ. പിന്നെ എങ്ങനെ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും? അവ വീണ്ടും പൊന്തി വരുമ്പോൾ അയ്യോ ഇത് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടില്ല, ഇവൻ പിന്നെയും പൊന്തി വരുന്നുണ്ട്. എവിടുന്നാ പൊന്തി വരുന്നത്? പ്രപഞ്ചം എവിടെ നിന്നാണോ പൊന്തി വന്നത് അവിടെ നിന്ന് തന്നെയാണ് രോഗങ്ങളും ഉദ്ഭവിക്കുന്നത്. പ്രപഞ്ചം ഏതിൽ നിന്നാണ് പൊന്തി വന്നത്? ഒന്നിൽ നിന്നും പൊന്തി വന്നിട്ടില്ല. ഇതൊരു ഭ്രമമാണ്. ആ ഭ്രമം കാണപ്പെടുന്നത് ബ്രഹ്മത്തിലാണ്. അതുപോലെ രോഗങ്ങളാകുന്ന ഭ്രമങ്ങളും ബ്രഹ്മത്തിലാണ് കാണപ്പെടുന്നത്. എനിക്ക് രോഗമുണ്ട് എന്ന് കരുതുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചിദംശമായ ജീവനാണ്. ആ ചിത്തിലാണ് രോഗങ്ങൾ പോലും നിലനിൽക്കുന്നത്. ഈ രോഗങ്ങളായി പ്രകടമായിരിക്കുന്നതും ആ ചിത്ത് തന്നെ.
അതുകൊണ്ട് രോഗങ്ങൾ വരുമ്പോൾ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു എന്ന് വിചാരിച്ചു. കാരണം രോഗത്തിൻ്റെ രൂപത്തിൽ വരുന്ന ഭഗവാൻ നമ്മുടെ കണ്ണ് തുറക്കും. സുഖത്തിൻ്റെ രൂപത്തിൽ വരുന്ന ഭഗവാൻ നമ്മുടെ കണ്ണ് തുറക്കില്ല. രോഗം വരുമ്പോഴാണ് മനുഷ്യൻ ആധ്യാത്മികതയിലേക്ക് തിരിയുന്നത്. ഒരാൾക്ക് എപ്പോഴാണ് ഈ ആത്മീയതയിൽ താത്പര്യം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, നല്ല കൂടിയ ഇനം രോഗങ്ങൾ വരണം. അതായത് ഡോക്ടർമാർ ഇതിന് മരുന്നില്ല എന്ന് വിധി എഴുതണം. അപ്പോൾ ഭഗവാനേ, എൻ്റെ ദൈവമേ രക്ഷിക്കണേ വിളിച്ചു പോവും. ഏത് ഇടതുപക്ഷക്കാരനും വിളിക്കും. ദൈവനിഷേധം ചെയ്ത് വേദങ്ങളെ പുച്ഛിച്ച് മഹാത്മാക്കളെ അപമാനിക്കുന്ന ഏത് പാർട്ടിക്കാരനും തനിക്കൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒരു പ്രശ്നമോ മാറാവ്യാധിയോ ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് അവൻ വിളിച്ചിരിക്കും. അതിൽ ഒരു സംശയവുമില്ല. അവൻ്റെ സിദ്ധാന്തവും അവൻ്റെ എന്താ പറയുക, ഐഡിയോളജി എന്ന് നമ്മൾ പറയുമല്ലോ. അതിനെന്താണ് മലയാളത്തിൽ പറയുന്നത്? ഐഡിയോളജി അല്ല, ആദർശമല്ല, അല്ല, കൃത്യമായിട്ട് ആ വാക്ക് കിട്ടുന്നില്ല. അത് ആ ഒരു ഓരോ പാർട്ടിക്കാർക്ക് ഓരോ സിദ്ധാന്തം ഉണ്ടല്ലോ. അല്ല, അതിന് കൃത്യമായ ഒരു മലയാള വാക്കുണ്ട്. സിദ്ധാന്തം എന്ന് പറയാം നമുക്ക്. ഒരു പാർട്ടിയുടെ തനതായ സിദ്ധാന്തം, അവരടിയുറച്ച് വിശ്വസിക്കുന്ന താത്വിക, എനിക്ക് സിദ്ധാന്തം അല്ല, അത് തന്നെ പ്രത്യയശാസ്ത്രം. ഇടതുപക്ഷക്കാരനാണോ? അല്ല, കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ. ഓരോ പാർട്ടിക്കും ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അതിനെയാണ് ഐഡിയോളജി എന്ന് പറയുന്നത്, പ്രത്യയശാസ്ത്രം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെ ഒരു ലോകം ഉണ്ടായിട്ടില്ല. ആ ഉണ്ടാകാത്ത പ്രപഞ്ചത്തെയാണോ നിങ്ങൾ സത്യമെന്ന് കരുതി ജീവിക്കുന്നത്? അത് കേവലം ഒരു ഭ്രമം മാത്രമാണ്. സർഗാദാവത ആദ്യ ചിദേവ ദൃശ്യം യഥാ സ്വപ്നെ. ഈ പ്രപഞ്ചം ഒരു സ്വപ്നം പോലെ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഒന്നാണ്. ചിതശ്ചായ, ഇത് നമ്മൾ 62-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം വായിക്കാൻ വിട്ടുപോയി. ചിതശ്ചായ കാന്തിരേവ ജഗദ്വേഷേണ കചതി. ചിത്തിൻ്റെ ഛായ അല്ലെങ്കിൽ ചിത് പ്രകാശം, അത് തന്നെയാണ് ജഗത്തെന്ന വേഷത്തിൽ പ്രകാശിക്കുന്നത്. അംഗൈരവയവൈരിക്ത ശൂന്യാഭി. അംഗങ്ങളോ അവയവങ്ങളോ ഒന്നും ഇല്ലാതെ അനേകം കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നു. അതൊക്കെ ചിത് കചനമാണ്. വാസ്തവത്തിൽ അവയ്ക്കൊന്നും സത്യത്വം അല്പം പോലും ഇല്ല. ഇനി ഇപ്പോൾ വായിച്ച ശ്ലോകത്തിൻ്റെ അർത്ഥം വായിക്കാം. വിസ്തരേണ വ്യവസ്ഥാപിതമർത്ഥഃ, വിസ്തരേണ വ്യവസ്ഥാപിതം അർത്ഥ സംഗ്രഹേണോപസംഹരതി. വ്യവസ്ഥാപിതമായ അർത്ഥം എന്ന് പറഞ്ഞാൽ പണ്ടേക്ക് പണ്ടേ ഉറപ്പിക്കപ്പെട്ട കാര്യത്തെ ചുരുക്കി പ്രതിപാദിക്കുന്നു ഈ അവസാനത്തെ ശ്ലോകത്തിൽ. സർഗാദൗ ചിതോ വിസദൃശം ജഡം യത് കാര്യം തസ്യ അനുഭവ ഉദ്ഭവോ ന സംഭവതി. സൃഷ്ടിയുടെ ആരംഭത്തിൽ അല്ലെങ്കിൽ സൃഷ്ടി തുടങ്ങിയപ്പോൾ ചിത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഗുണങ്ങളോടുകൂടിയ ജഡം യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നില്ല. കാരണം അത് സാധ്യമല്ല. ചിത്തിൽ നിന്ന് ജഡം ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമാണ്. വൈസാദൃശ്യേ നിമിത്തഭൂതാനാം സഹകാരികാരണാനാം അഭാവാത്. ചിത്തിന് ഭിന്നമായ ഒരു കാര്യം ചിത്തിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ അതിന് ഈ ഉപാദാന കാരണം, നിമിത്ത കാരണം, സഹകാരി കാരണം മുതലായ കാരണങ്ങൾ ഉണ്ടാവണം. പക്ഷെ അങ്ങനെയുള്ള കാരണങ്ങൾ പ്രപഞ്ച സൃഷ്ടിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് വെറും ഒരു ഭ്രമദൃശ്യമാണ് എന്ന നിഗമനത്തിൽ വേണം ഒരു വിവേകി എത്തിച്ചേരാൻ. സുസദൃശേതു ഭേദകാഭാവാത്.
ഇപ്പോൾ ചിത്തിൽ നിന്ന് വേറിട്ടതാണ് അല്ലെങ്കിൽ ജഡമാണ് ഈ പ്രപഞ്ചം എന്ന് കരുതിയാൽ കാരണത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു കാര്യം ഉണ്ടാവാൻ പറ്റില്ല. അത് അസാധ്യമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചം മിഥ്യയാണ്. ഇനി അങ്ങനെയല്ല, ചിത്ത് തന്നെയാണ് ജഡങ്ങളായി തീർന്നിരിക്കുന്നത് എന്ന് കരുതിയാലോ, സുസദൃശേതു ഭേദകാഭാവാത്, ചിത്ത് തന്നെ ജഡമായി മാറിയിട്ടുണ്ടെങ്കിൽ ചിത്തിനും ജഡത്തിനും വ്യത്യാസമില്ല. അപ്പോഴും ജഡം എന്ന ഒന്ന് ചിത്തിൽ നിന്ന് വേറിട്ടുണ്ടായിട്ടില്ല എന്ന തീരുമാനത്തിലെത്താനേ പറ്റൂ. എങ്ങനെ നോക്കിയാലും ചിത്ത് തന്നെ ജഗത്തായി പരിണമിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോഴും ചിത്തിനും ജഗത്തിനും വ്യത്യാസമില്ല. ഈ ജഗത്തായി കാണപ്പെടുന്നത് ചിത്ത് തന്നെ. ഇനി ചിത്തിൽ നിന്ന് അന്യമായ ഒന്നാണ് ഈ ജഗത്തെങ്കിൽ ചിത്തിൽ നിന്ന് അന്യമായ ഒന്ന് ചിത്തിൽ നിന്നുണ്ടാവാൻ പറ്റില്ല. ചിത്തിൽ നിന്നുണ്ടായത് ചിത്താവാനേ പറ്റൂ. അങ്ങനെ നോക്കിയാലും ഇത് ചിത്ത് തന്നെ. ചുരുക്കം, ജഡങ്ങളുടെ ഉത്പത്തി സാധ്യമല്ല. ജഡങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നത് ജീവന്മാരുടെ ഭ്രമം മാത്രമാണ്. സുസദൃശേതു ഭേദകാഭാവാത് കാര്യത്വ അസിദ്ധിരിത്യാശയ. കാരണവും കാര്യവും ഒന്ന് തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ കാരണകാര്യങ്ങൾക്ക് ഭേദമില്ല എങ്കിൽ കാരണം കാര്യം എന്ന് എന്തിന് നമ്മൾ വേറിട്ട് കരുതണം? എന്തിന് ഇവയെ ഭിന്നങ്ങളെന്ന് കരുതണം? ചിത്ത് തന്നെ പ്രപഞ്ചമായി കാണപ്പെടുന്നു എന്ന് അംഗീകരിച്ച പോരെ? കാരണത്തിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ വിഭിന്നമായ കാരണമുണ്ടെങ്കിലേ ആദ്യത്തേതിനെ കാരണമെന്നും രണ്ടാമതുണ്ടായതിനെ കാര്യമെന്നും പറയേണ്ട കാര്യമുള്ളൂ. ഇപ്പം അങ്ങനെയില്ല, ഭേദം തന്നെ ഇല്ല എങ്കിൽ ചിത്ത് തന്നെ പ്രപഞ്ചനാമരൂപങ്ങളായി കാണപ്പെടുന്നു എന്ന സിദ്ധാന്തത്തെ അംഗീകരിക്കുകയേ നിവർത്തിയുള്ളൂ. അതഃ ആദ്യാ ചിദേവേദം ദൃശ്യം നതദ് വ്യതിരിക്തം അണുമാത്രമപ്യസ്തീതി സ്വപ്നദൃഷ്ടാന്തേന സിദ്ധം ഇത്യർത്ഥഃ. അതുകൊണ്ട് ആദിയിൽ ഉണ്ടായിരുന്ന ചിത്ത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ എന്ന പോലെ കാണപ്പെടുന്നത്. അല്ലാതെ ചിത്തിൽ നിന്ന് വിഭിന്നമായ വേറിട്ട വ്യത്യസ്തമായ ഒരു ദൃശ്യം അണുമാത്രം പോലുമില്ല. അല്പം പോലും ചിത്തിൽ നിന്ന് വിലക്ഷണമായ ഒരു ജഡമോ അല്ലെങ്കിൽ ദൃശ്യമോ ഇല്ല എന്ന് സ്വപ്നദൃഷ്ടാന്തത്തെ ഉദാഹരണമായി സ്വീകരിച്ച് നമ്മൾ തീരുമാനിച്ചു എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. വസിഷ്ഠ മഹർഷി പറഞ്ഞത് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു എന്നാണ്. നിങ്ങൾക്ക് പിടികിട്ടിയോ, നിങ്ങൾക്ക് ഉറപ്പ് വന്നോ എന്നുള്ളത് അദ്ദേഹം അറിയേണ്ട കാര്യമില്ല. എനിക്ക് പറ്റാവുന്നിടത്തോളം യുക്തി വിചാരത്തിലൂടെ സ്വപ്നം എന്ന അനുഭവത്തിൻ്റെ ഉദാഹരണത്തെ അംഗീകരിച്ച് ചിത്തിൽ സ്വപ്നം പോലെ പ്രകടമായതാണ് ഈ പ്രപഞ്ചം എന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് വിചാരത്തിൻ്റെ കുറവാണ്. കുറച്ചുകൂടെ വിചാരം ചെയ്യൂ, നല്ല പോലെ യുക്തി വിചാരം ചെയ്യൂ. വസിഷ്ഠ മഹർഷി നിരത്തുന്ന ആ ഉദാഹരണങ്ങളുടെ പശ്ചാത്തലത്തിൽ നല്ല പോലെ തത്വവിചാരം ചെയ്ത് ഈ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം നിങ്ങൾ സ്വയം ഉറപ്പിക്കൂ. അപ്പോൾ ഇത് മിഥ്യയാണ് എന്നുള്ള കാര്യം കുറച്ചുകൂടെ വ്യക്തമായി തീരും. അങ്ങനെ നമ്മൾ ആ 106-ാമത്തെ സർഗം കാര്യകാരണ നിരാസം എന്ന സർഗം പറഞ്ഞ് അവസാനിപ്പിച്ചു. അടുത്തത് 107-ാമത്തെ സർഗമാണ്. അതിൻ്റെ പേര് അവിദ്യാഭാവ പ്രതിപാദനം. അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്നൊന്ന് യഥാർത്ഥത്തിലില്ല. ഉള്ളത് ആത്മാവ് മാത്രമാണ്. അല്ല, അജ്ഞാനം കാരണമായിട്ടാണ് പ്രപഞ്ചത്തെ ആത്മാവ് തെറ്റിദ്ധരിക്കുന്നത്, അല്ലെങ്കിൽ ദൃശ്യം ഉണ്ട് എന്ന് കരുതുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവിടെ അജ്ഞാനവുമില്ല, അവിദ്യയുമില്ല, ദൃശ്യവുമില്ല, ദ്രഷ്ടാവുമില്ല. കേവലമായ ഒരു ബോധതത്വം മാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ നിലവിലുള്ളൂ. ഇത് അറിഞ്ഞാൽ അതാണ് ആത്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം.